ഞാൻ നട്ട തക്കാളി തൈയാണേ. അതിൽ ഒരു 2-3 പിടിച്ചിട്ടുള്ളൂ. അതായത് 4 ചോട് പിടിച്ചിട്ടുണ്ട്. ബാക്കി 2 ചോട് ഇതാ ഇനിയിപ്പോൾ ഇതിൽ നടണം. പിന്നെ എൻ്റെ വഴുതന ചെടിയൊക്കെ ഇതാ പൂക്കാനായിട്ട് മുട്ട് ഒക്കെ ആയി. ഇതിനകത്തെല്ലാം പൂവ് വിരിഞ്ഞു കണ്ടില്ലേ. പിന്നെ ഞാൻ മേടിച്ചിട്ട് അഗ്രികൾച്ചർ വാഴയത് അതും ചോട് പിടിച്ചു. പിന്നെ കുറച്ച് മുളകും തൈ ഉണ്ടായിരുന്നേ. അത് എല്ലാ ഇല ചുരുളുന്നൊരു അസുഖമായിരുന്നു ഇതിന്. അപ്പം അതിന് മരുന്നൊക്കെ അടിച്ചു. ഇപ്പോൾ ഇതായാലും മുളകൊക്കെ കായ്ക്കാൻ തുടങ്ങി. കണ്ടില്ലേ, ചീനത്തയിൽ മുളക് കായ്ക്കാൻ തുടങ്ങി. പിന്നെ ഇതിനൊക്കെ നിറച്ച് മുട്ടാകുന്നുണ്ട്. ഇതിലൊക്കെ കുറച്ച് ഇല ചുരുണ്ട പോലെ തന്നെയാണുള്ളത്. മരുന്നടിച്ചിട്ടുണ്ട്. ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇനിയും ഒരു പ്രാവശ്യം കൂടി അടിക്കണം. ഇതും പൂക്കാൻ തുടങ്ങി. മുളകിൻ്റെ ഇല പൂത്ത് തുടങ്ങി. പിന്നെ ഇവിടെ ഒരു ട്രിപ്പ് പയർ ഞാൻ പറിച്ചു. കണ്ടില്ലേ, ഒരു 5-8 പ്രാവശ്യം കറി വെക്കേണ്ട പയർ കിട്ടി. പിന്നീട് ഞാൻ ആദ്യമേ വിത്തിട്ടതാണ് ഇത്. ഇതൊക്കെ മുളച്ച് വരുന്നുണ്ട്. എല്ലാം അടുക്കളയിൽ ഉപയോഗിക്കുന്ന വെള്ളം മറിച്ചിട്ടാണ്. കാരണം നമ്മുടെ ഈ ഭാഗത്ത് കുറച്ച് വെള്ളത്തിന് കുറച്ച് ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. അപ്പം നമ്മൾ ഈ അടുക്കളയിൽ ഓരോ കാര്യത്തിന് ഉപയോഗിച്ച് കഴിഞ്ഞ് പിന്നെ ആ വെള്ളമൊക്കെ ഒഴിക്കുന്നത്. പിന്നെ ഞാൻ കുറച്ച് വള്ളിപ്പയർ ഇവിടെ നട്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. വള്ളിപ്പയർ ഇഷ്ടംപോലെ ആകുന്നുണ്ട്. നിറച്ചും കായ്ക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ മുകളിൽ നിറച്ചാകുന്നുണ്ട്. പൊതുവേ ഇവിടെ ചൂട് പ്രദേശമാണ്, പാറയാണ് മൊത്തം. അവിടെ നിന്നാണ് ഇച്ചിരി മണ്ണെടുത്ത് ചാക്കിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നട്ടുണ്ടാക്കുന്നത്. വെള്ളവും പൊതുവേ കുറവ്.